ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ ഷോർട്ട് ഡാൻസ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കയറി കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിന്ന് കുറച്ച് കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്ഥിരം കൊണ്ടുവരുന്ന ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ചിലയിടത്ത് ഇതിന് നത്തളം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കൊഴുവ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് പീര പറ്റിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം നമുക്ക് കുറച്ചേറെ കൊഴുവ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വെട്ടി എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ മീനാണ് കേട്ടോ. ചിലയിടത്തൊക്കെ ഇനി നത്തളം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കൊഴുവ എന്നാണ് പറയാറ്. അപ്പോൾ ഇത് വേഗം നമുക്ക് വെട്ടി നന്നാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് വേഗം തന്നെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകണം. ഇതിന് നല്ല ഉളുമ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ചേറെ ഉപ്പിടും കേട്ടോ. നമ്മൾ മൺചട്ടിയിലാണ് കഴുകിയെടുക്കുന്നത്. ഏറെ ഉപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ വിരകിയാണ് അതിലുള്ള ഉളുമ്പെല്ലാം നമ്മൾ കളഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മളൊരു 2-3 പ്രാവശ്യം നല്ലതുപോലെ ഇങ്ങനെ വിരകി കഴുകിയെടുക്കണം. എന്നാലാണ് അതിലെ ഉളുമ്പ് അങ്ങനെയുള്ളതൊക്കെ പോയി കിട്ടുള്ളൂ. അങ്ങനെ കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഇത്. അപ്പോൾ അമ്മയാണ് അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലൊരു 12 പച്ചമുളക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവുമില്ല, എന്നാൽ ആവശ്യത്തിന് എരിവുമുണ്ട്. പിന്നെ ആവശ്യത്തിന് ചെറിയുള്ളി എടുക്കുക കേട്ടോ. നമ്മൾ കുറച്ചേറെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് പച്ചമുളക് ഇട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഈ കൊഴുവ മീനെ നമ്മൾ പീര പറ്റിക്കുക എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ട് വെക്കുന്നില്ല. നമുക്ക് പച്ചമുളക് ഇട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ് അതെടുത്തത്. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇടാം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയതും അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അധികം അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടണം. അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ. അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്കിവിടെ അമ്മിക്കല്ലില്ലാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചതച്ച് വാരിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായിരിക്കും ടേസ്റ്റ്. അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് പീര പറ്റിക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ മീൻ ഇവിടെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം നമുക്ക് ആ മീനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ അരപ്പുകളും ആ മീനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ പുളിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കുടംപുളിയാണ് കേട്ടോ. കുടംപുളി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ കുടംപുളിയിൽ നിന്ന് ഇറങ്ങിയ ആ പുളിയുടെ വെള്ളവും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനാവശ്യമാണ്. ഇഞ്ചി നമ്മൾ ക്രഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ തന്നെ കുറച്ചേറെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് കൊടുക്കണം. നമ്മളിപ്പം ഇതിൽ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ആ അരപ്പരച്ച ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള അരപ്പും കൂടെ നമുക്ക് കലക്കി ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മളതിനെ ഗ്യാസിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ. നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല. അത് ഇതുപോലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മീനല്ലേ, പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. ഒത്തിരി സമയമൊന്നും വെക്കണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വേവൊന്നും ഇല്ല കേട്ടോ ഇതിന്. അപ്പോൾ ഇനി നമ്മളിതിൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല എന്നല്ലോ. ഇനിയിപ്പം നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാൻ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുവ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് അരപ്പ് വെള്ളമൊക്കെ ആകാൻ പാടുള്ളൂ. അധികം വെള്ളം ഒഴിച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൊഴുവ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ, നമ്മൾ നോക്കൂ, നമ്മളിതാ എടുത്ത് കാണിക്കുന്നത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഒന്നും തന്നെ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും ഒരടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.